ഇവരൊക്കെ ഈ ശിർക്കിനെ നിലനിർത്താനാ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അവസാനം നമ്മളെ പിന്നെ ഒരു ആരോപണം, ജിന്നുകളെയും മലക്കളെയും വിളിച്ചു താടാന്ന് പെങ്ങളും പറയാൻ തുടങ്ങിയില്ലേ. നിങ്ങളെങ്ങനെ ഞങ്ങളേറ്റ് വാദപ്രതിവാദം നടത്തുക? എവിടെയാ പറഞ്ഞത് കൊണ്ടുവാ. ഏത് കുബൂരി കൊണ്ടെന്നാലും തിരക്കടില്ല. കുബൂരികളുടെ വാലാട്ടികളായി നടക്കുന്ന മാടൂരികൾ കൊണ്ടെന്നാലും തിരക്കടില്ല. ആര് കൊണ്ടെന്നാലും സമ്മത. സക്കരിയാ സലാഹി ജിന്നുകളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മൈക്കിന്റെ പരിധിയിലുള്ള മുഴുവൻ മടവൂരികളെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുവാ, ഒരു ക്ലിപ്പ് കൊണ്ടുവാ, അല്ലെങ്കിൽ ലേഖനം കൊണ്ടുവാ. നിങ്ങളാ പറഞ്ഞത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കം വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. 2004 ഏപ്രിലെ അത്തൗഹീദ് മാസികയിൽ KK സുല്ലം എഴുതിയതാ. വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ ഉറക്കം വിളിച്ചന്വേഷിക്കുക. അതിന് നമ്മൾ അലിമല്ലന്റെ വിശദീകരണം എന്താണെന്നറിയോ? ഉറക്ക അള്ളാനെ വിളിക്കുക എന്നാണ്. എന്താ അള്ള ചെവിടൂട്ടനാ? സുബ്ഹാനല്ലാഹ്. ഉറക്ക ദിക്ർ ചൊല്ലിയപ്പോ റസൂല് പറഞ്ഞെന്താ അറിയോ? ജനങ്ങളെ ഇർബഉ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളോടൊന്ന് കാരുണ്യം കാണിക്കും. ഫഇന്നകും ലാ തദഊന അസമ്മ വലാ ഗായിബ, നിങ്ങൾ ചെകിടുപൊട്ടനെയും ഇവിടെ ഹാജരില്ലാത്തവനെയല്ല വിളിക്കുന്നത്. ഫഇന്നകും തദഊന സമീഅൻ ഖരീബ, അടുത്തുള്ളവനെയും കേൾക്കുന്നവനെയുമാണ്. എല്ലാം കേൾക്കുന്നവനെ ഞങ്ങൾ വിളിക്കുന്നത്. മെല്ലെ പ്രാർത്ഥിച്ചാ മതി. ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ, സക്കരിയ നബി തന്റെ റബ്ബിനെ ഗോപ്യമായി വിളിച്ചു. കണ്ടോ, ഈ ഒരു 84-85 കാലം മുതൽ തൗഹീദിനു വേണ്ടി പൊതുരംഗത്ത് പ്രസംഗിച്ച് നടക്കുന്ന ആളെ. എന്റെ ഈ ചെറുപ്രായത്തിൽ 10-25 കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞ എത്രയോ വാദപ്രതിവാദങ്ങൾ പങ്കെടുത്തിട്ട് എന്നെ പറ്റി അത് പറഞ്ഞാൽ മുജാഹിദ് കേരളം വിശ്വസിക്കൂല. പിന്നെ 1000 നുണ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒപ്പം പറഞ്ഞാൽ ഗീബൽസിന്റെ തന്ത്രം അതാണല്ലോ. ഒരുപാട് ആളുകൾ ഒരു നുണ പറഞ്ഞാൽ അപ്പൊ ആളുകൾ വിശ്വസിക്കും. നാട്ടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരാൾ ആടിനെയും പിടിച്ചിങ്ങനെ പോവുക. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എവിടുക്ക ഈ നായിനെയും കൊണ്ടുപോണ്? നായോ ആടല്ലത്. പിന്നെയും കുറെ പോയപ്പോ നിങ്ങൾ എവിടെ ഈ നായിനെയും കൊണ്ടുവരുന്നു? അപ്പൊ ഇനിയും നോക്കി കുറെ കഴിഞ്ഞ മൂപ്പരിക്കുന്ന അത് നായെന്നേക്കും. അങ്ങനെ ഞങ്ങൾക്ക് തോന്നൂല. മനസ്സിലായില്ല നിങ്ങൾക്ക്? അങ്ങനെ ആട്ടിനെ പട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ ഈ തൗഹീദിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൽ ആർക്കും അങ്ങനെ ഒരു വാദം തന്നെ ഇല്ല. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ട്. നിങ്ങൾ എല്ലാരും കൂടി 4 ഭാഗത്തുനിന്നും ഒപ്പം നുണറിഞ്ഞാല് അപ്പൊ അങ്ങനെയുള്ള ഒരു നുണ ഇവിടെ പറഞ്ഞാൽ അപ്പ ആ നുണ മെസ്സേജ് ആയിട്ട് കാസർഗോഡെത്തി, മംഗലാപുരത്തി, പാലക്കാടെത്തി, തിരുവനന്തപുരത്തി, ആലപ്പുഴെത്തി. എല്ലാ മടവൂരികളെ മൊബൈലിലും ഒരേ നുണ, ഒരേ അച്ചു നിരത്തിയ നുണ. കണ്ടോ, ഇങ്ങനെ സാധിക്കും. ഇന്നത്തെ കാലത്ത് അതാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. അവസാന കാലത്തിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്, കേട്ട വാർത്തകൾ ശരിയാണോ എന്ന് ഉറപ്പിക്കാതെ പ്രചരിപ്പിക്കുന്ന സ്വഭാവം. അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അല്ലേ നമ്മളത് സ്വീകരിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളെന്താവും? ഏഷണി പറഞ്ഞവരാകും. അതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അന്വേഷിച്ചറിഞ്ഞിട്ട് ബോധ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ലേഖനമോ പ്രസംഗമോ വന്നാൽ പിന്നെ അന്വേഷിച്ചറിയേണ്ട ആവശ്യമില്ല. വ്യക്തമായിട്ട് പറഞ്ഞതിന് കേട്ടാൽ അത് മതി. ആരോടും ചോദിക്കണ്ട, അത് മതി. അതൊന്നുമില്ലാതെ ഊഹിക്കുകയാണ് അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടായിക്കൂടെ. എല്ലാരും ഇങ്ങനെ പറയുമ്പോ അത് കുറച്ചില്ലാതെ പറയോ എന്നാണ്.